ഇന്നത്തെ ദിവസത്തിൽ അതിൻ്റെ ആചരണ പരിപാടികളിൽ ഞങ്ങളെ കൂടി പങ്കാളികളാക്കുന്ന സഭാ നേതൃത്വത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സെന്റ് തോമസ് ഡേയുടെ പ്രാധാന്യം പിതാവ് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മളുടെ മുൻപിൽ പറഞ്ഞു. ബൈബിളിൽ നമ്മൾ ഒരുപാട് തവണ വായിച്ചു കേട്ടിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. സെന്റ് തോമസ് ക്രിസ്തുവിനോട് പറഞ്ഞത്, ഉദിതനായ യേശുവിനോട് പറഞ്ഞത്, എൻ്റെ കർത്താവേ, എൻ്റെ പിതാവേ എന്നാണ്. ആ വാക്ക് നാം ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ തട്ടിൽ പിതാവ് പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ക്രിസ്തുവിനോടൊപ്പം പോയി മരിക്കാം. വി വിൽ ഗോ ആൻഡ് ഡൈ വിത്ത് ഹിം. അവനോടൊപ്പം മരിക്കുന്നതിന് പോലും തയ്യാറാണ്. വിശ്വാസത്തിൻ്റെ ദൃഢതയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധിയായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ്, അനവധിയായ രക്തസാക്ഷികളുടെ ചുടുചോരയുടെ ബലത്തിലാണ് നമുക്കറിയാം ലോകത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസം ശക്തി പ്രാപിച്ചത്. ഇന്നും കാലഘട്ടത്തിൻ്റെതായ പുത്തൻ വെല്ലുവിളികൾ നമ്മുടെ രാജ്യത്തിനകത്തും മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിശ്വാസ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വെല്ലുവിളികളെ നേരിടാൻ തോമാശ്ലീഹായുടെ ഓർമ്മ ദിനം, ഈ ദിനാചരണം നമുക്ക് കരുത്ത് പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഭയുടെ സേവന മേഖലയെക്കുറിച്ച് പിതാവ് ഇവിടെ പറയുകയുണ്ടായി. ഞങ്ങൾക്ക് അതിനോട് അങ്ങേയറ്റത്തെ കടപ്പാട് കേരള ജനതയ്ക്കുണ്ട്. ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യം, ഞാൻ കേരളത്തിൽ ഒരു പൊതുപ്രവർത്തകനായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇന്ന് വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന കേരള മന്ത്രിസഭയിൽ അംഗമായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് വിദ്യാഭ്യാസത്തിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ അവസരം സൃഷ്ടിച്ച സഭയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ്. എൽ പി സ്കൂളിലും യു പി സ്കൂളിലും ഹൈസ്കൂൾ ക്ലാസ്സുകളിലും പിന്നീട് ഡിഗ്രി ക്ലാസ്സുകളിലും ഞാൻ പഠിച്ചത് കത്തോലിക്ക സഭ ആരംഭിച്ച് നേതൃത്വം നൽകിയ വിദ്യാലയങ്ങളിലും കലാലയത്തിലുമാണ് എന്ന് അഭിമാനത്തോടെ, നന്ദിയോടെ പറയാൻ, കടപ്പാടോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ഗതി ഇതാകുമായിരുന്നില്ല. ഞാൻ ലോ കോളേജിൽ പഠിച്ച ഒരു ഭാഗം മാനേജിംഗ് ഏജൻസിനെ കുറിച്ചുള്ളൊരു ഭാഗമാണ്. ബട്ട് ഫോർ ദ പയനറിംഗ് സെസ് ഓഫ് ദ മാനേജിംഗ് ഏജൻസ് മെനി ഇൻഡസ്ട്രീസ് വുഡ് നോട്ട് ഹാവ് സീൻ ദ ലൈറ്റ് ഓഫ് ദ ഡേ. മാനേജിംഗ് ഏജൻസിന്റെ ആ പ്രേരക ശക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ പല വ്യവസായങ്ങളും ഇന്ന് ലോകത്തുണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ പയനറിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിലെ പ്രാഥമിക ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങൾ ഇന്നത്തേതുപോലെ ശക്തി പ്രാപിക്കൂ എന്ന് നമുക്ക് കരുതാൻ കഴിയുകയില്ല. അതിന് സഭാ നേതൃത്വത്തോട് കേരളീയ പൊതുസമൂഹം കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ നേതൃത്വം നൽകാൻ ബഹുമാനായ റോജി ജോൺ ഉണ്ട്. ഞാൻ ഞങ്ങളുടെ വകുപ്പുകളെ കുറിച്ചൊന്ന് ആലോചിക്കായിരുന്നു പിതാവ് പറഞ്ഞപ്പോൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് റോജി കൈകാര്യം ചെയ്യുന്നതെങ്കിൽ വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആ വകുപ്പാണ് നമ്മളുടെ മോൻസിന് കിട്ടിയിരിക്കുന്നത്. എനിക്കാണെങ്കിൽ പ്രതിസന്ധി നിറഞ്ഞ വൈദ്യുതി വകുപ്പുമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പരിപാടിയുണ്ട്, സെന്റ് തോമസ് ഡേയുടെ പരിപാടി തിരുവനന്തപുരത്ത് ലൂർദ് പള്ളിയിൽ നടന്നപ്പോഴും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്വാഗതം പറഞ്ഞ അച്ഛൻ പറഞ്ഞു, പ്രയാസപ്പെട്ടാണെങ്കിലും ഫുട്ബോളിന് വൈദ്യുതി നൽകുന്ന മന്ത്രിക്കും സ്വാഗതമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പ്രാർത്ഥന ഇപ്പോൾ, സാധാരണ നേരത്തെ എനിക്ക് നന്മ വരണമേ, നന്മയിലേക്ക് നയിക്കണമേ, തെറ്റുകളിൽ നിന്ന് അകന്നേൽക്കാൻ കഴിയണമേ എന്നായിരുന്നു പ്രാർത്ഥനയെങ്കിൽ ഇപ്പൊ എനിക്ക് മഴ കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണമെന്ന് ഞാൻ പിതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ സാമൂഹ്യ വിഷയങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. നയപ്രഖ്യാപനത്തിലും ബഡ്ജറ്റിലും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് അലമാരിയിൽ സൂക്ഷിക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണ് എന്ന് ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. മറ്റൊരു കാര്യം എല്ലാവർക്കും അറിയാം, പുതിയ നിയമം കേന്ദ്രം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഫെരാൻ നിയമം, അതിന് ഉദ്ദേശശുദ്ധിയില്ല. അത് ചില സമൂഹങ്ങളെ, സമുദായങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമം തന്നെയാണ്. ആ നിയമത്തിന്റെ തെറ്റായ വശങ്ങൾ അത്
ആ നിയമം തന്നെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ ഐക്യകണ്ഠേനയല്ല രണ്ടാളുടെ എതിർപ്പിൽ പ്രമേയം പാസാക്കിയ കാര്യവും ഞാനിവിടെ അറിയിക്കുകയാണ്. സഭാ നേതൃത്വം ഞങ്ങൾക്കെല്ലാം നൽകുന്ന കലവറയില്ലാത്ത പിന്തുണയ്ക്ക്, സ്നേഹത്തിന്, സഹായ സഹകരണങ്ങൾക്ക്, ഉപദേശ നിർദ്ദേശങ്ങൾക്ക്, ഇന്നത്തെ അനുമോദനത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.